Hi friends, welcome to Viju's Kitchen and Vlog. ഇപ്പോൾ നമ്മളിന്ന് ഒരു കാശ്മീരി റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ബീഫ് നിഹാരി. അത് നമ്മളുടെ ഡൽഹി മുതൽ അങ്ങോട്ട് വടക്കോട്ട് എല്ലായിടത്തും കിട്ടുന്ന ഒരു സാധനമാണ് ബീഫ് നിഹാരി. അപ്പോൾ നമുക്കതൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ അതിൻ്റെ കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ബീഫ് നിഹാരിയിലേക്ക് പോകാം. അപ്പോൾ ഇത് നിഹാരിയുടെ റെസിപ്പി വളരെ സിമ്പിളാണ്. അതായത് ഇതിനിപ്പോൾ നമുക്ക് വേണ്ടത് 3 വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ കൂടെ പച്ചമുളകും കൂടി ചേർത്ത് അരച്ചിട്ടുണ്ട്. അത് ഏകദേശം ഒരു 1/2 കപ്പ് എല്ലാം കൂടി മിക്സായിട്ട് ഒരു 6 പച്ചമുളക് ഉണ്ടാവും, ഒരു 3 വെളുത്തുള്ളി, പിന്നെ 3 കഷ്ണം ഇഞ്ചി, ഇത്രയും ചേർത്തിട്ടാണ് പേസ്റ്റ് ഉണ്ടാക്കിയത്. ഇത് സാധാരണ ഗരം മസാല നമ്മളിവിടെ പൊടിച്ചെടുത്തത്, മല്ലി എക്സ്ട്രാ ചേർത്ത് പൊടിച്ചെടുത്തേക്കണതാണ്. പിന്നെ ഇത് കുരുമുളക് പൊടി 1 സ്പൂണ്, ഇതൊരു 3 സ്പൂൺ ഉണ്ടാവും കേട്ടോ. പിന്നെ ഇത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 3 സ്പൂണ് കാശ്മീരി മുളക്, 2 സ്പൂണ് സാധാരണ മുളക് പൊടി, 2 ചെറുനാരങ്ങയുടെ നീര്, പിന്നെ കുറച്ച് നമ്മുടെ ധനിയപ്പത്ത. അപ്പോൾ ഇത്രയാണ് നമ്മുടെ. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾക്ക് ഇത് എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. 1 കിലോ ബീഫിൻ്റെ കൂടെ എക്സ്ട്രാ നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഒരു 4-5 കഷ്ണം എല്ല്. അത് ശരിക്കും ഇത് നമ്മൾ ബീഫ് നിഹാരി ഉണ്ടാക്കുന്നത് എല്ല് ചേർത്തിട്ട് എന്ന് പറഞ്ഞാൽ എല്ലിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ എല്ലുകൾ എക്സ്ട്രാ ചേർത്തേക്കാണ്, ബാക്കിയൊക്കെ മീറ്റാണ്, ബാക്കിയെല്ലാം മീറ്റാണ്. ഈ 4-5 കഷ്ണം എല്ല് നമ്മൾ ചേർത്തേക്കുന്നത് ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിഹാരി നമ്മൾ ഫുള്ള് നെയ്യിലാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യിലാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രോസസ്സിങ്. കുക്കറിലാണ് ടച്ച് ചെയ്യുന്നത്. കുക്കറിൽ ചെയ്താലേ നമുക്ക് മീറ്റ് കറക്റ്റായിട്ട് വെന്ത് കിട്ടുള്ളൂ. നെയ്യ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. നെയ്യ് റെഡി ആകുമ്പോൾ തന്നെ നമ്മൾ സവാള ഇട്ട് കൊടുക്കുക. സവാള അധികം വേവേണ്ട ആവശ്യമില്ല. ഈ സവാള നമ്മൾ ഇതിൻ്റെ അകത്ത് കാണില്ല. നമ്മുടെ ഇത് റെഡി ആയി കഴിയുമ്പോൾ സവാള ഉണ്ടാവില്ല, സവാള ഫുള്ളായിട്ട് തീരും. അങ്ങനെയാണ് ബീഫിൻ്റെ കാര്യം. സവാളയുടെ ഏകദേശം ഒരു ചെറിയ പച്ചമണം കൊണ്ട് മാറുന്ന സമയം തന്നെ വെച്ചിട്ട് നമ്മൾ അടുത്ത മസാലകൾ ഇട്ട് കൊടുക്കും. നമ്മൾ വളരെ കുറഞ്ഞ തീയിലാണ് ചെയ്യുന്നത്. അതായത് സിമ്മിലിട്ടിട്ടാണ് ചെയ്യുന്നത്. ഭയങ്കര തീയിൽ ചെയ്യേണ്ട ആവശ്യമില്ല, സിമ്മിലിട്ട് ചെയ്താൽ മതി. ഇനിയിപ്പോൾ നമ്മളിതിനകത്തേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും കൂടി ചേർത്ത മിശ്രിതം ആദ്യത്തെ ചേർത്തൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മളതിനകത്തേക്ക് ഒരു സ്പൂണ്, ഒരു ടേബിൾ സ്പൂൺ ഉപ്പ്. ഇനി പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അത്രയും മതി. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്ന വരെ നമ്മളിങ്ങനെ ഒന്ന് ചെയ്യാം. അപ്പം ഇനി അതിനകത്തേക്ക് നമ്മൾ ലെമൺ ജ്യൂസ് ഒഴിക്കുന്നവർക്ക് ലെമൺ ജ്യൂസ് ഒഴിക്കാം, ചൊറുക്കയാണ് ഒഴിക്കണമെങ്കിൽ ചൊറുക്ക ഒഴിക്കാം. ഇതിപ്പോൾ ലെമൺ ജ്യൂസാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. നല്ല ചൊറുക്ക കിട്ടാനില്ല. ഇതാവുമ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല ലെമൺ ആകുമ്പോൾ. അപ്പം നമ്മളിനി ഇതിനകത്തേക്ക് എല്ലാ പൊടികളും ഇട്ട് കൊടുക്കണം. അതായത് കാശ്മീരി മിർച്ച്, കാശ്മീരി മുളക്, പിന്നെ നമ്മുടെ സാധാരണ മുളക് പൊടി, ഇതൊക്കെ നമ്മൾ എടുത്ത് വെച്ചാൽ അത്രയും തന്നെ ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും തന്നെ ആവശ്യമുണ്ട് ഇതിനകത്തേക്ക്. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാലയും മല്ലിയും കൂടിയും പൊടിച്ചത്, പിന്നെ 1 സ്പൂണ് കുരുമുളക് പൊടി. ഇതിലൊന്ന് അതിൻ്റെ മസാലയുടെ പച്ചമണം മാറുന്ന വരെ നമ്മളൊന്ന്
ഇളക്കി കൊടുക്കണം. അപ്പോൾ ബീഫ് നിഹാരിയുടെ മസാല നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് മീറ്റ് ചേർത്ത് കൊടുക്കണം. ഡയറക്റ്റ് മീറ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ മീറ്റ് ചേർത്തിട്ട് നമ്മൾ ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 മിനിറ്റ് നേരത്തേക്ക് മാത്രം ഇതൊന്ന് അടച്ചു വയ്ക്കുക. വിസിലൊന്നും വേണ്ട, വിസിലിട്ടിട്ടല്ല ഇത് വേവിക്കുന്നത്. വിസിലിടാതെ തന്നെ 2 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വയ്ക്കുക. വെറുതെ മീതെ കൂടെ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ തുറന്ന് നോക്കാൻ വേണ്ട, ഏകദേശം ആവിയൊക്കെ വന്നിട്ടുണ്ട്. ബീഫിന് എല്ലായിടത്തും ഒന്ന് ചൂടെത്തിയിട്ടുണ്ട്. നമ്മുടെ മസാല എല്ലായിടത്തും ഒക്കെ ഒന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്താണ് നമ്മളിതിനെ വേവിക്കുന്നത്. നിഹാരിയുടെ മെയിൻ സംഭവം വെള്ളം ചേർത്ത് ഈ സവാള തീർത്തും ഇല്ലാതെ ആവണവരെ നമ്മൾ വേവിക്കണം. ഇതാണ് നിഹാരിയുടെ പ്രത്യേകത. ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത വെള്ളം ഇങ്ങനെ നനക്കി കൊടുക്കുക, എല്ലായിടത്തും ഒന്ന് ലെവലാകാൻ വേണ്ടിയിട്ട്. ഉപ്പിൻ്റെ കാര്യം നമുക്ക് ലാസ്റ്റ് നോക്കാം. നമ്മൾ കൊടുത്തേക്കണം ഉപ്പ് പോരായെങ്കിൽ പിന്നെയും ചേർക്കേണ്ടി വരും. ഇനി നമ്മളിതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കറിൻ്റെ വിസിൽ ഊരിയെടുക്കുക. വിസിൽ ഊരിയെടുത്തിട്ട് കുക്കർ സെയിം രീതിയിൽ തന്നെ നമ്മൾ വിസിൽ ഊരി മാറ്റി ഇനി സെയിം രീതിയിൽ തന്നെ അടച്ചു വയ്ക്കുക. വിസിലില്ലാതെ അടച്ചു വയ്ക്കുക. ഓക്കെ. അപ്പോൾ ഇതിങ്ങനെ തന്നെ ഒരു 30 മിനിറ്റോളം കുക്ക് ചെയ്യണം. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് നോക്കി നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പോൾ അത് തിളച്ച് നന്നായിട്ട് ഇതായിട്ടുണ്ട്. നമ്മളിപ്പോൾ തീ കുറച്ചിട്ടേക്കാണ്. നമ്മളൊന്ന് തുറന്ന് നോക്കണം വെള്ളത്തിൻ്റെ കുറവുണ്ടോയെന്നൊക്കെ. അപ്പോൾ തുറന്നാലും നമുക്ക് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മളിതൊന്ന് തട്ടി കൊടുക്കണം. എന്നാലും മാത്രമേ അത് തുറക്കാൻ പറ്റുള്ളൂ. ഇനി എയർ പ്രഷറിലൊക്കെ ആയിരിക്കും. അപകടം ഉണ്ടാക്കരുത് തുറക്കണ സമയത്ത്. എപ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കണം. വെള്ളം അത്യാവശ്യത്തിനുണ്ട്. നമുക്ക് ഇനി ഇത് ഇങ്ങനെ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിനെ വെറുതെ മുകളിൽ കൂടെ വെച്ചടയ്ക്കുന്നുള്ളൂ. ഇതിങ്ങനെ വെച്ചടയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ബീഫ് നിഹാരിയിലേക്ക് വേണ്ടിയിട്ട് ആട്ടപ്പൊടി എടുക്കുക. ആട്ടപ്പൊടി എടുത്തിട്ട് നമ്മളതിനകത്ത് ഇതിപ്പോൾ ഒരു 1/2 കപ്പ് ആട്ടപ്പൊടി നമ്മളെടുത്തതാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല വാട്ടറി ആക്കണം കേട്ടോ. നന്നായിട്ട് വാട്ടറി ആക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ ഇതൊന്നും അതിൻ്റെ ഉള്ളിൽ വീഴാൻ പാടില്ല. മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബീഫ് നിഹാരിയുടെ ലാസ്റ്റ് പ്രോസസ്സിംഗ് ആണ്. ഇതിനെ നമ്മളിപ്പോൾ ഒരു ചട്ടിയിലേക്ക് മാറ്റുകയാണ്. പീറ്റ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ കുക്കറിൽ നിന്ന് ബീഫ് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റി. അപ്പോൾ ഇതിൻ്റെ എല്ല് കണ്ടാലറിയാം ഇതിൻ്റെ വേവ് എന്തോരം വെന്തിട്ടുണ്ടെന്ന് കണ്ടാൽ. അത് കണ്ട് ഒരു തുള്ളി മീറ്റില്ലാതെ എല്ലാം വിട്ടു പോകുന്നു. നല്ല ഭംഗിയായിട്ട് നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്ത് ആട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെ നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുക. അതിനകത്ത് കട്ട ഉണ്ടാവാൻ പാടില്ല. നമ്മൾ പരമാവധി കട്ടൊന്നുമില്ല, നല്ല സെറ്റപ്പായിട്ടുണ്ട്. അപ്പോൾ ആട്ട ഒഴിച്ചിട്ട് ഒന്ന് തിളയ്ക്കണം. ഇതാണ് ബീഫ് നിഹാരിയുടെ ലാസ്റ്റ് സ്റ്റേജ്. ഇനി തിളച്ച് കഴിയുമ്പോൾ നമ്മളൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് എന്തോരമായിട്ടുണ്ടെന്ന്. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കണം. അപ്പോൾ ഇത് തിള വന്നു. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കണം ഈ വെള്ളം. ഇപ്പം നമ്മൾ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട് ഫ്രൈ പാനിൽ. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടാണ്. അതിൻ്റെ ലേശം ഒന്ന് വറുത്ത് ഒന്ന് ഇതാക്കണം. അധികം ഓവറാക്കണ്ട. ഇത്രയുള്ളൂ.
ഓഫ് ചെയ്യുക. നേരെ തുറന്നിട്ട് ഇതിനകത്തേക്ക് ചേർക്കുക. ആദ്യം ഒന്ന് ഇളക്കി കൊടുക്കുക, എന്നിട്ട് ചേർക്കുക. ഇത് നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടപാട് കഴിഞ്ഞു. നമുക്ക് ഈ അടുപ്പും ഓഫ് ചെയ്യാം. നമുക്കിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഒരു എല്ലിൻ്റെ കഷ്ണം തന്നെയാണ് ആദ്യം എടുക്കുന്നത്. പിന്നെ അത് കണ്ടാലും നമുക്ക് മനസ്സിലാവും വേവ് എത്ര ഭംഗിയായിട്ടുണ്ടെന്ന്. മീറ്റിൻ്റെ വേവ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ബീഫ് നിഹാരി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കാശ്മീരി ആയിട്ടായതുകൊണ്ട് നമ്മുടെ നാട്ടിലധികം പ്രചാരത്തിലില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അതേപോലെ ഞങ്ങളുടെ ചാനൽ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് തത്സമയം കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു വെരി മച്ച്.